നമ്മളുടെ സഖാക്കൾക്ക് നാട്ടും പുറത്ത് RSSകാരായിട്ടുള്ള സുഹൃത്തുക്കൾ പോലും ഇല്ല. ഏതെങ്കിലും ഒരാൾക്കൊരു RSSകാരൻ ഒരു സുഹൃത്തായിട്ടുണ്ടോ? അവരുടെ കല്യാണത്തിന് പോലും സാധാരണഗതിയിൽ നമ്മളുടെ നാട്ടിലൊന്നും സഖാക്കൾ പോകാറില്ല. എന്നാൽ കോൺഗ്രസ്സുകാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് കല്യാണത്തിന് പോലും പോകും. RSS ആണോ പിന്നെ മറ്റേ ഏതെങ്കിലും പാർട്ടിക്കാരാണോ എന്നൊന്നും പോലും നോക്കൂല. ആഹാ, കാളക്കൂട വിഷം വീണ്ടും ജുബ്ബയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പഴയ സിമിയെ പുതിയ കമ്മ്യൂണിസ്റ്റ് കുപ്പിയിലാക്കിയാലൊന്നും വിഷമല്ലാതാകില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ജലീലിക്ക. ഇക്ക എന്നൊക്കെ നല്ല മുസ്ലിങ്ങളെയാണ് വിളിക്കേണ്ടത്. മിസ്റ്റർ ജലീലെ, നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് RSSുമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ല എന്ന താങ്കളുടെ കണ്ടുപിടുത്തം അപാരം തന്നെയാണ് എന്ന് പറയാതെ തരമില്ല. താങ്കൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ അപമാനമാണ് എന്ന് ഇതിനോടകം തന്നെ തെളിയിച്ച നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അഡ്വക്കേറ്റ് PS ശ്രീധരപിള്ള സാറെ താങ്കൾ അറിയില്ലേ? അദ്ദേഹം തികഞ്ഞ ലക്ഷണമൊത്തൊരു RSSകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യ അതിഥിയായി താങ്കൾ പങ്കെടുത്തത് ഇത്ര പെട്ടെന്ന് താങ്കൾ മറന്നുപോയോ? RSS BJP നേതാക്കളുടെ നിരവധി പരിപാടികളിൽ പങ്കെടുത്തതിന് തെളിവ് ഞാൻ തരണോ? ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത്, അല്ലാതെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ടല്ല. ഒളിച്ചോടുന്നവർക്കാണ് ആശയത്തെ പേടി. അന്നും ഇന്നും ആശയം മുറുകെ പിടിച്ചവരാണ് RSSകാർ എന്ന് താങ്കൾ ഓർക്കുക. നിങ്ങളുടെ ജൽപ്പനകൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഒരുപാട് തവണ RSSനെ ബഹിഷ്കരിച്ചിട്ടുണ്ടാകാം. വാതിലുകൾ കൊട്ടിയടച്ചും ഒറ്റപ്പെടുത്തിയും തകർക്കാൻ ശ്രമിച്ചവരൊക്കെ തകർന്ന ചരിത്രമാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. അങ്ങനെയാണ് RSSൻ്റെ പാരമ്പര്യം. ഇന്ന് നാം കാണുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന MP മാർ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം വരുന്ന MLAമാർ, 2 കോടിയോളം വരുന്ന പ്രവർത്തകർ, 20 കോടിയോളം വരുന്ന അനുഭാവികൾ, ഇതൊന്നും താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് എന്ന് താങ്കൾ അറിയുക. ബഹുസ്വരതയെക്കുറിച്ച് നാഴികയ്ക്ക് 40 വട്ടം പുലമ്പുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. താങ്കൾ ബഹുസ്വരതയെക്കുറിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കണം. ഇന്ന് RSS ആണെങ്കിൽ നാളെ നിങ്ങൾ ഹിന്ദുവിനെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്ന അതിവിദൂരമല്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അതിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇന്ന് RSSനെതിരെ താങ്കളുടെ പ്രസ്താവന. RSS താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. നികുതി വെട്ടിപ്പ്, ആയുധം കടത്തൽ, സ്വർണ്ണക്കടത്ത്, ഇതൊക്കെ RSS ഒരു തടസ്സമാണ് നിങ്ങൾക്ക്. ഇന്നാട്ടിൽ RSS ഇല്ലാത്ത 2 ഇടമേ ഉള്ളൂ. ഒന്ന് താങ്കളുടെ വീട്ടിലും മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഓഫീസിലുമാണ്. ബാക്കി എല്ലായിടത്തും RSS ഉണ്ടെന്നറിയുക. ഇന്നലെ നിങ്ങൾ പറഞ്ഞ വാചകം ഏതെങ്കിലും ഒരു RSSകാരനോ BJPക്കാരനോ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും പോകാൻ ഇന്ത്യയിൽ ഒരു ഇടവും കാണില്ല. കുഴിയാനയിൽ ആനയുണ്ട് എന്ന് വെച്ച് ആനയോളം ആകില്ല കുഴിയാന എന്ന് താങ്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സിമിക്കാരനായിട്ടല്ല താങ്കൾ മാറേണ്ടത്. ലക്ഷണമൊത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു RSSകാരൻ. മറ്റൊരു വീഡിയോയുമായി ഗുഡ് ബൈ.